ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രണാം. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം. ഹരേ കൃഷ്ണ പ്രണാം. പ്രഭു മ്യൂട്ടാണ്. ഗോപബന്ധു പ്രഭു. ഹരേ കൃഷ്ണ പ്രണാം. ദണ്ഡവത് പ്രണാം. ആളുകളൊക്കെ ജോയിൻ ചെയ്ത് തുടങ്ങുള്ളൂ. 39 ആയിട്ടുള്ളൂ. ഓക്കെ പ്രഭു, നമുക്ക് പതുക്കെ മംഗളാചരണം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ഇന്ന് ഒരു പുതിയൊരു സത്സംഗം തുടങ്ങുന്നു. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ശ്രീമദ് ഭഗവത്ഗീതയാണ്. എന്നാൽ ശ്രീമദ് ഭഗവത്ഗീത ഒരുപാട്, നിങ്ങൾ പലവർക്കും ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളും ഒരുപക്ഷെ അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട കുറച്ച് ശ്ലോകങ്ങൾ, ഏകദേശം 50 ശ്ലോകങ്ങളോളം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഭഗവത്ഗീത യഥാരൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിവ്യപൂജ്യ എ.സി. ഭക്തിവേദാന്ത സ്വാമി മഹാരാജ് ശീല പ്രഭുപാദിൻ്റെ വിവർത്തനവും ഭാവാർത്ഥവും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ 50 ശ്ലോകങ്ങൾ നമ്മൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആ ശ്ലോകം നമുക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലി നമുക്ക് അത് ഫോളോ ചെയ്യുവാനും നമുക്ക് ഓർക്കാനും അതിൽ പറയുന്ന തത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാനും ആ ശ്ലോകവുമായിട്ട് കണക്റ്റഡായി നമ്മൾ പുരാണങ്ങളിൽ നിന്ന് പല കഥകൾ, അതായത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും പത്മപുരാണത്തിൽ നിന്നും അതേപോലെ ഒരുപാട് റെഫറൻസ് വേറെ ശാസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ കഥകൾ അതുമായിട്ട് ആ ശ്ലോകവുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കഥകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറി ലൈനും കൂടെ നമ്മൾ ആ തത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയും. അപ്പോൾ അതാണ് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, തത്വങ്ങൾ മാത്രം കേൾക്കുമ്പോൾ, ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റോറി ഇല്ല, അല്ലേ? ഭഗവാൻ അർജുനന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ഓരോ നിർദ്ദേശങ്ങളും ശരിക്കും പറയുകയാണെങ്കിൽ അത് ചെയ്യണം, ഇതാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള അങ്ങനെയുള്ള രീതിയിലാണ് ഭഗവാൻ പറയുന്നത്. അതിൽ കഥയൊന്നും വരുന്നില്ല, അല്ലേ? എന്നാൽ ഒരുപാട് പ്രധാനപ്പെട്ട തത്വങ്ങൾ പറയുന്നുണ്ട്. ആ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമായിരിക്കും ഒരു കഥയിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലേ? ആ കഥയും അല്ലെങ്കിൽ ആ തത്വത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും വിശകലനം ചെയ്യുവാനും നമുക്ക് സ്റ്റോറി കേൾക്കുമ്പോൾ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈയൊരു സത്സംഗം, ഈ ഒരു ക്ലാസ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ പ്രയോജനമാവുമെന്ന് പറയുന്നത്. കാര്യം കുട്ടികൾക്ക് എപ്പോഴും കഥകൾ കേൾക്കാൻ താല്പര്യമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാണ്, അല്ലേ? കഥകളിലൂടെ, പുരാണങ്ങളിൽ കൂടുതലും ശ്രീമദ് ഭാഗവതത്തിലെ തന്നെയാണ് നമ്മൾ ഇതിൽ വരുന്ന കഥകളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ, ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. നമ്മുടേതായിട്ടുള്ള ഒരു കഴിവുകളോ നമുക്ക് ഒരു ക്വാളിഫിക്കേഷനോ ഇല്ല. എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. എന്തിനു പറയണം, ഭഗവത്ഗീത പഠിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, കേൾക്കുന്നു, ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് നടക്കുന്നത്, അല്ലേ? ശ്വാസം ഭഗവാൻ തരുന്നില്ലെങ്കിൽ, നമുക്ക് ശ്വസിക്കാനുള്ള ആ ഒരു വായു ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഓരോന്നും, ഭക്ഷണം കഴിക്കുന്നു നമ്മൾ, ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നു, ഇതെല്ലാം ഭഗവാനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഭഗവാനുമായിട്ട്, അല്ലെങ്കിൽ ഓരോ നിമിഷം പോട്ടെ, എപ്പോഴും സദാസമയം നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ
അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. അപ്പോൾ അത് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്നതും ശ്രീമദ് ഭഗവത്ഗീത ഭാഗവതമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. കൃഷ്ണകഥ, ഹരികഥ നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം വേണം. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ, കൃപയാലാണ് നമുക്ക് ഇത് സാധിക്കുന്നത്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഗുരുജനങ്ങൾ, ഒരുപാട് ആചാര്യന്മാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആചാര്യന്മാർ വരുന്നത്, ഗുരുജനങ്ങളൊക്കെ വരുന്നത് ഭഗവാന്റെ പ്രതിനിധികളായിട്ടാണ്. അപ്പോൾ അവരുടെ അനുഗ്രഹവും അവരുടെ മഹാകാരുണ്യം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ എല്ലാ ഗുരുജനങ്ങളുടെയും തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ തൃപാദങ്ങളിൽ, ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ, ഗുരുജനങ്ങളുടെയും അനുഗ്രഹത്താൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ഭഗവത്ഗീത പഠനം ഉപയോഗമാവാൻ വേണ്ടിയും, അതേപോലെ തന്നെ ജീവിതത്തിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഫോളോ ചെയ്യുവാനും ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കാൻ വേണ്ടി, ഭഗവാൻ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ആ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, അല്ലേ? തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ 50 ശ്ലോകങ്ങൾ സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ വേറെ ഇടയ്ക്ക് നമുക്ക് ശ്ലോകം പഠിക്കാനുള്ള ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം 108 ശ്ലോകങ്ങൾ, ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്ക് പഠിച്ചിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നു. അങ്ങനെ അതിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് ശ്ലോകം റിസൈറ്റ് ചെയ്യുന്നവർ, ശ്ലോകം ചൊല്ലുന്നവർക്ക്, കാണാതെ ചൊല്ലുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഭഗവാന്റെ കാരുണ്യത്താൽ ചെറിയ പ്രൈസ് നമ്മൾ തരുവാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടുതൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ജസ്റ്റ് ഇപ്പോൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ വളരെയധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരങ്ങളുണ്ടാവും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം ഭഗവാൻ തന്നിട്ടുള്ളതാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സംതൃപ്തിയും നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മിക പുരോഗതിയും തീർച്ചയായിട്ടും സംഭവിക്കും. അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ചർച്ച തുടങ്ങുന്നതിനേക്കാൾ മുമ്പ്. ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് ഭഗവത്ഗീത, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ മഹാത്മ്യം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത സെഷൻ മുതൽ, അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ശ്ലോകം സെലക്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ശ്ലോകം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ശാസ്ത്രങ്ങൾ ഭഗവാൻ തന്നിട്ടുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാന്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നാണ് വരുന്നത് വേദങ്ങൾ. വേദങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ശ്രുതി എന്ന് പറയും, സ്മൃതി എന്നും പറയും. ശ്രുതി, സ്മൃതി കേട്ടിട്ടുണ്ടാവും. ശ്രുതി വേദങ്ങളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ശ്രുതി എന്ന് പറയും, സ്മൃതി എന്ന് പറയും. ശ്രുതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരുമുഖത്തിൽ നിന്ന് വരുന്നതിനെ ശ്രുതി എന്ന് പറയുന്നു. ഈ ശ്രുതി വേദങ്ങൾ, നമ്മൾ പല വേദങ്ങളിലും ശ്രുതി നമ്മൾ വേദങ്ങളെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അല്ലേ? അതേപോലെ ഉപവേദങ്ങളുണ്ട്. ഇതെല്ലാം ശ്രുതിയാണ്. അപ്പോൾ ഈ വേദങ്ങളിൽ പറയുന്ന വാക്കുകളും അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ളതെല്ലാം ഭഗവാനിൽ നിന്ന് നേരിട്ട് വരുന്നത്, അതിന് ഒരു ചേഞ്ചസും വരുന്നില്ല. അതേപോലെ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ശരിക്കും തീർച്ചയായിട്ടും വേദങ്ങളുടെ ഭാഗം തന്നെ, ഭഗവാനിൽ നിന്ന് വരുന്നത് തന്നെയാണ്. എന്നാൽ സ്മൃതി സാധാരണ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ വരിഷ്ഠരായിട്ടുള്ള ഭക്തർ, വ്യാസദേവനെ പോലുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ള ഋഷിവര്യന്മാർ, അവരാണ് ഈ സ്മൃതി എഴുതുന്നത്, അല്ലെങ്കിൽ അവർ അത് എഴുതുന്നു, അല്ലെങ്കിൽ പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രമായിട്ടോ അവർ എഴുതുന്നു. ഇപ്പോൾ നമ്മൾ
ഈ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇതിഹാസം എടുക്കുകയാണെങ്കിൽ, മഹാഭാരതം എടുക്കുകയാണെങ്കിൽ, പുരാണം എടുക്കുകയാണെങ്കിൽ, ഇതിഹാസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് മഹാഭാരതം. പുരാണത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നു ശ്രീമദ് ഭാഗവതം, പത്മപുരാണം, അങ്ങനെ ഒരുപാട് പുരാണങ്ങൾ വരുന്നു. ഇതെല്ലാം സ്മൃതിയാണ്. കാര്യം വ്യാസദേവൻ രചിച്ചിട്ടുള്ളതാണ്. എന്ന് വ്യാസദേവൻ ആരാണ്? വ്യാസദേവൻ സാധാരണ ഒരു വ്യക്തിയല്ല, ഭഗവാന്റെ അവതാരം തന്നെയാണ്. ഭഗവാന്റെ ശക്തി ആവേശ അവതാരമാണ് വ്യാസദേവൻ. വ്യാസദേവനാണ് സ്മൃതി അല്ലെങ്കിൽ പുരാണങ്ങൾ എഴുതുന്നത്, ഇതിഹാസങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഭഗവാനിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പോൾ ശ്രുതിയും സ്മൃതിയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഭഗവാനിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ശ്രുതി മാത്രമാണ് ഇമ്പോർട്ടൻ്റ്. സ്മൃതി ആക്ച്വലി പറയുകയാണെങ്കിൽ ശ്രുതിയേക്കാൾ കൂടുതൽ നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യമുണ്ട്. കാര്യം സ്മൃതിയാണ് കാര്യം, അത് ഭഗവാനിൽ നിന്ന് വരുന്നു. അത് ആചാര്യന്മാരിലൂടെ, സാധുജനങ്ങളിലൂടെ, ഋഷിവര്യന്മാരിലൂടെ അവരുടെ ആ വേദങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ റിയലൈസേഷൻ കൂടെ ഭഗവാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ റിയലൈസേഷൻ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത്, അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ നമുക്ക് തരുവാണ് ചെയ്യുന്നത്. കാര്യം വേദങ്ങൾ നേരിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ശ്രുതി അല്ലെങ്കിൽ വേദങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല, എളുപ്പമല്ല. കാര്യം അത് വളരെ സൂത്രരൂപത്തിലാണ്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സ്മൃതി ആവട്ടെ, പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഭഗവാൻ ആചാര്യന്മാരിലൂടെ, ഋഷിവര്യന്മാരിലൂടെ, വ്യാസദേവനെ പോലുള്ളവരിലൂടെ അത് എഴുതി തരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൽ പറയുന്നത് ശാസ്ത്രത്തിൽ വേദങ്ങളിലുള്ള കാര്യം തന്നെ, അതിൻ്റെ എസൻസ് തന്നെയാണ് അവിടെയും വരുന്നത്. എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. പല പല കഥകളിലൂടെ, പല പല ലീലകളിലൂടെ, ചരിത്രങ്ങളിലൂടെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്മൃതിയുടെ പ്രാധാന്യം. പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ ആ കാറ്റഗറിയിലാണ് വരുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്മൃതി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടത് സ്മൃതിയാണ്. കാരണം ശ്രുതി നമ്മുടെ ലെവലിൽ വരുന്നതല്ല. കാരണം ശ്രുതിയുടെ എക്സ്പ്ലനേഷൻ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ് സ്മൃതിയിൽ വരുന്നത്. അതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം. ഇവിടെ നമ്മൾ പറയുന്നത് ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വരുന്നത് സ്മൃതിയിലാണ്. വ്യാസദേവനാണ് ഇതെല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് നോക്കുവാണെങ്കിൽ സ്മൃതിയിൽ തന്നെ. നമ്മൾ ശ്രുതി പറഞ്ഞു, വേദങ്ങൾ, ഉപവേദങ്ങളൊക്കെ. അതേപോലെ സ്മൃതിയിൽ വരുന്നു പലതരത്തിലുള്ള സൂത്രങ്ങൾ, തന്ത്രങ്ങൾ, പഞ്ചരാത്ര, പുരാണ, ഇതിഹാസം, പിന്നെ ഷഡ്ദർശനം. ഇനി ഇതിനും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താണെങ്കിലും ഇങ്ങനെയാണ് വേദങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വേദങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മഴക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വെള്ളം കെട്ടി നിൽക്കുന്നു, പിന്നെ അവിടെ ഫുൾ ചളിയാവുന്നു അല്ലേ? അതിനുശേഷം നമ്മൾ വേണ്ട രീതിയിൽ അതിനെ വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ പുല്ല് വളരുന്നു. അങ്ങനെ പുല്ല് വളർന്ന് അവസാനം പിന്നെ വഴി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാവും, നമ്മൾ പ്രോപ്പർലി അതിനെ വൃത്തിയാക്കിയില്ലെങ്കിൽ സമയങ്ങളിൽ അല്ലേ? അതേപോലെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ശാസ്ത്രങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ശ്രുതിയാണെങ്കിലും സ്മൃതി ശാസ്ത്രങ്ങളാണെങ്കിലും വേണ്ട സമയത്ത് അതിനെ ഉപയോഗിക്കാതെ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എങ്ങനെയാണോ വഴിയിൽ പുല്ല് വരുന്നത്, അതേപോലെ ഇവിടെയും ഒരുപാട്, അതായത് മേഘങ്ങൾ വന്ന് മൂടുന്ന പോലെ ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ അറിവുകൾ, ആ ശുദ്ധമായിട്ടുള്ള അറിവുകളൊക്കെ മൂടിപ്പോകുന്നു. കാര്യം എന്താണ്? പല ആളുകളും അവരുടേതായിട്ടുള്ള പല ഊഹാപോഹങ്ങളിലൂടെയും പല പല തിയറികൾ കൊണ്ടുവരുന്നു, പല തത്വങ്ങൾ കൊണ്ടുവന്ന് അവരുടെ രീതിയിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്നതിനെ ശരിയായിട്ട് മനസ്സിലാക്കാതെ വളച്ചൊടിച്ചുകൊണ്ട് പല രീതിയിലും അതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോരുത്തരും ആക്ച്വലി ഇതിൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത്. കാര്യം
ഈ ഒരു ജനറേഷൻ ശാസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിലാണ് അടുത്ത ജനറേഷൻ അത് പാസ് ചെയ്യാൻ സാധിക്കുള്ളൂ, അടുത്ത ജനറേഷന് വേണ്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അടുത്ത ജനറേഷന് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ കാട് വരുന്ന പോലെ കാട് വന്നു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ടുള്ള നോളജ് ആയിരിക്കില്ല പാസ്സാവുന്നത്. അപ്പോൾ എല്ലാം തലതിരിഞ്ഞ രീതിയിൽ നടക്കുന്നു. ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലതും അങ്ങനെയാണ്. കാര്യം വേണ്ട കാര്യങ്ങളല്ല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പല കാര്യങ്ങളും തെറ്റായിട്ട് ധരിച്ചിരിക്കുന്നു. പലവരും അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രത്തിൽ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നു, അല്ലേ? അനാവശ്യമായിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം ഒരുപാട് തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ലോകത്ത്. കാര്യം ഇതൊക്കെ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാര്യം വേണ്ട രീതിയിൽ നമ്മൾ ഓരോരുത്തരും അതിനെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ ഈ ഒരു കലിയുഗത്തിൻ്റെ പ്രഭാവം കൊണ്ടുമാവാം പല രീതിയിലും ശാസ്ത്രത്തെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ അതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മൂടലായി, അവിടെ പുല്ല് വന്നു, കാട് പിടിച്ചു, പിന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഭഗവാന്റെ മഹാകാരുണ്യമാണ്, ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യമാണ് നമുക്കൊക്കെ ശ്രീമദ് ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതമൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളത്. ഒരുപാട് ജന്മജന്മാന്തരങ്ങളുടെ മഹാസുകൃതിയാണ് ആക്ച്വലി. ഇത് സാധാരണ ആർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് തോന്നും നമുക്ക്. ആക്ച്വലി പറയുകയാണെങ്കിൽ അല്ല. കാര്യം 7.5 ബില്യൺ 8 ബില്യൺ ആൾക്കാരാണ് ലോകത്തുള്ളത്. അതിലെത്ര പേര് ആധ്യാത്മിക പാതയിലുണ്ട്, എത്ര പേർക്ക് ആധ്യാത്മികതയിൽ താല്പര്യമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ആധ്യാത്മികതയിൽ താല്പര്യം ഉള്ളവർക്ക് തന്നെ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം എത്ര പേർക്കുണ്ടാവും? ശാസ്ത്രങ്ങൾ പഠിക്കണം, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം. എന്നിട്ട് ഈ മനുഷ്യജന്മം ഭഗവാൻ എന്തിനാണോ തന്നിട്ടുള്ളത് അതിനുവേണ്ടി ഈ ജന്മം ഉപയോഗിക്കണം എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആദ്യം ഇത് സ്വീകരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുക, അതേപോലെ അടുത്ത ജനറേഷന് ഇത് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെ നമ്മൾ ഇതിലേക്ക്, ഈ ഒരു ആധ്യാത്മികതയിലേക്ക് അവരെ ഇൻസ്പയർ ചെയ്ത് പതുക്കെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ അവരായിരിക്കണം അടുത്ത ജനറേഷന് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അടുത്ത ജനറേഷൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരും വലുതാവുമ്പോൾ അടുത്ത ജനറേഷന് പാസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ ഇല്ലാത്ത അവസ്ഥയാണ്. ഭഗവാനിൽ നിന്ന് മുഖം തിരിച്ച് നടക്കുവാണ് ആൾക്കാർ. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നതും മനസ്സമാധാനം ഇല്ലാത്തതും. ശാസ്ത്രങ്ങൾ പഠിക്കുന്നില്ല, അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താലാണ് നമുക്ക് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. സോ ഈ അവസരം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് സ്വീകരിക്കുക, ഭഗവാനോട് നന്ദി പറയുക, എന്നിട്ട് നമ്മൾ ഫോളോ ചെയ്യുക, അടുത്ത ജനറേഷന് പാസ് ചെയ്യുക. ഇതിന് ഏറ്റവും നല്ല ഒരു ശാസ്ത്രമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്, ഭഗവത്ഗീത, ഭാഗവതം, അല്ലേ? ഭഗവത്ഗീത വരുന്നത് ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഭഗവത്ഗീത. വ്യാസദേവൻ തന്നെയാണ് രചിച്ചിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് വ്യാസദേവൻ്റെ കൃതി തന്നെയാണ്, പുരാണമാണ്. എഗെയിൻ ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. കാര്യം വ്യാസദേവനെ നമ്മൾ ഭഗവാനുമായിട്ട് വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. കാര്യം വ്യാസദേവൻ ഭഗവാന്റെ ശക്തി ആവേശ അവതാരം കൂടിയാണ്. കൃഷ്ണദ്വൈപായന വ്യാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വ്യാസദേവൻ മഹാഭാരതം എഴുതിയിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. മഹാഭാരതത്തിൽ ആക്ച്വലി ഒരു സ്റ്റോറി രൂപത്തിലാണ് അദ്ദേഹം അതിനെ ഒരു ചരിത്രമായിട്ട്, ഒരു സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. നമുക്കറിയാം
സ്റ്റോറി പലവർക്കും അറിയാം. അതിലെ ഒരു ഭാഗം മാത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. എന്നാൽ ഈ ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ ശ്രീ ഗുരുവായൂരപ്പൻ നേരിട്ട് അർജുനനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ശ്രീമദ് ഭഗവത്ഗീത. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഭഗവാന്റെ വാക്കുകളാണ്. ഇതിൽ 700 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളത്. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളിൽ 574 ശ്ലോകങ്ങൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ് നേരിട്ട്. ശ്രീ ഭഗവാനുവാച എന്ന് പറഞ്ഞ് നമുക്ക് കാണാം ഭഗവത്ഗീതയിൽ 574 ശ്ലോകങ്ങൾ. അതേപോലെ അർജുനൻ ഏകദേശം 84 ശ്ലോകങ്ങൾ അർജുനൻ പറയുന്നുണ്ട്. സഞ്ജയൻ, നമുക്കറിയാം സഞ്ജയൻ ആരാണ്? സഞ്ജയൻ വ്യാസദേവൻ്റെ ഒരു ശിഷ്യനാണ്. ധൃതരാഷ്ട്രരുടെ സെക്രട്ടറി ആയിരുന്നു, ധൃതരാഷ്ട്രരുടെ സേവകനായിരുന്നു. അദ്ദേഹം ഏകദേശം 41 ശ്ലോകങ്ങൾ പറയുന്നു. പിന്നെ ധൃതരാഷ്ട്രർ ആദ്യത്തെ ശ്ലോകം, ഭഗവത്ഗീത തുടങ്ങുന്നത് ധൃതരാഷ്ട്രമാണ് തുടങ്ങുന്നത്. ആക്ച്വലി ധൃതരാഷ്ട്രരുടെ തിരുമുഖത്തിൽ നിന്ന് വരുന്ന ഒരു ശ്ലോകം, അദ്ദേഹം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അങ്ങനെ തുടങ്ങുന്ന ശ്ലോകം. അങ്ങനെയാണ് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് സഞ്ജയൻ അതിന് ആൻസർ കൊടുക്കുന്നു. എന്താണ് കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നത് എന്നുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ അദ്ദേഹം കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു സീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നതാണ്. ആ സമയത്ത് സഞ്ജയൻ ഉത്തരം പറയുന്നു, എന്താണ് കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മഹാഭാരതം എന്ന് പറയുന്ന ആ ഇതിഹാസം നമുക്ക് പലവർക്കും അറിയുന്നുണ്ടാവും, ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ശുദ്ധീകരണത്തിനായിട്ട് ഈ ഒരു ഭഗവത്ഗീത പറയാനുണ്ടായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്താണ്, ഏതവസരത്തിലാണ് ഭഗവത്ഗീത പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം നമ്മൾ ഭഗവത്ഗീത ഇനി മുന്നോട്ട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ പഠിക്കാൻ പോകുന്നത് കൊണ്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാഭാരതം നടക്കുന്നത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കലിയുഗത്തിലാണ്, അല്ലേ? 4 യുഗങ്ങളാണ് ഉള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെ ഈ യുഗങ്ങളിങ്ങനെ സർക്കിൾ ചെയ്ത് വരും. അങ്ങനെ ഒരുപാട് നമുക്കറിയാം ബ്രഹ്മാവിന് ഒരുപാട് വലിയ ആയുസ്സാണുള്ളത്. ബ്രഹ്മാവിൻ്റെ 100 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങളാണ് നമ്മുടെ വർഷങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ ഒരുപാട് വലിയ ഡ്യൂറേഷനാണത് ആക്ച്വലി. അപ്പോൾ ബ്രഹ്മാവ് അങ്ങനെ 100 വയസ്സ് വരെ ജീവിക്കും. ബ്രഹ്മാവിൻ്റെ 100 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ വർഷത്തിൽ 365 ദിവസമുണ്ട്, അല്ലേ? അങ്ങനെ ഓരോ ദിവസവും ബ്രഹ്മാവിൻ്റെ പറയുകയാണെങ്കിൽ ഏകദേശം 864 കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ 24 മണിക്കൂർ. നമ്മുടെ 864 വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, 24 മണിക്കൂർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഡ്യൂറേഷനാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് ആണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മാണ്ടങ്ങൾ, ഭഗവാൻ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ബ്രഹ്മാണ്ടങ്ങൾ, ഒരുപാട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. അതിൽ ഒരു ബ്രഹ്മാണ്ടത്തിലാണ്, ഒരു യൂണിവേഴ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ഡം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജീവജാലങ്ങളുടെ ക്രിയേഷനുമൊക്കെ ആയിട്ട് സംബന്ധിച്ച് ബ്രഹ്മാവിനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആയുസ്സും ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ്സും ഏകദേശം അല്ലെങ്കിൽ ഒന്നാണ്. കാര്യം ബ്രഹ്മാവ് ഇത്രയും വർഷം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങൾ. ഒരുപാട് പൂജ്യങ്ങളുണ്ട് കേട്ടോ അതിൽ. മലയാളത്തിൽ നമുക്ക് അത് പറയുവാനും അല്ലെങ്കിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതി തന്നെ നോക്കണം. എന്താണെങ്കിലും ബ്രഹ്മാവിൻ്റെ ഫുൾ ഡ്യൂറേഷനാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം 24 മണിക്കൂർ എന്ന് പറയുന്നത് 864 കോടി വർഷങ്ങൾ. നമ്മുടെ ഓരോ വർഷങ്ങൾ, നമ്മളൊക്കെ ആവറേജ് എത്ര വർഷം ജീവിക്കും? ശാസ്ത്രത്തിൽ പറയുന്നു കലിയുഗത്തിൽ ആളുകളുടെ ആയുസ് ഏകദേശം 100 വയസ്സാണെന്ന് പറയുന്നു. എന്നാൽ അതെല്ലാം പോയി. ഇപ്പോൾ 100 വയസ്സൊന്നും ആവറേജ് ആർക്കും കിട്ടുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 70 വയസ്സ്. ഇപ്പോഴത്തെ ആവറേജ് ഏകദേശം 70 വയസ്സാണ് ഓരോരുത്തരുടെയും, അല്ലേ? നമ്മുടെ വയസ്സും ബ്രഹ്മാവിൻ്റെ ഒരു ദിവസവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ.
864 കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ, അതിനെ കൽപ്പം എന്ന് പറയുന്നു, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ കൽപ്പത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു പ്രാവശ്യം അവതാരം എടുക്കുന്നുള്ളൂ. കൃഷ്ണനായിട്ട് വരുന്നത്, അതിൻ്റെ ഇടയിൽ വേറെ അവതാരങ്ങളായിട്ട് വരുന്നു. കൃഷ്ണനായിട്ട് വരുന്നത് ഒരേ ഒരു പ്രാവശ്യമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തിൽ. ആ അവതാരം ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് ബ്രഹ്മാവിൻ്റെ ഈ ദിവസത്തിൽ, നമ്മളിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഈ ദിവസത്തിൽ കൃഷ്ണൻ ഓൾറെഡി അവതാരം എടുത്തു കഴിഞ്ഞു. ആ അവതാരം എടുത്തത് എപ്പോഴാണ്? 5000 വർഷങ്ങൾ മുമ്പ്, വെറും 5000 വർഷങ്ങൾ മുമ്പ്. നമ്മൾ ഈ 864 കോടി വർഷങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഈ 5000 വർഷം എന്ന് പറയുന്നത് ഇന്നലെ നടന്ന പോലെയാണ് ശരിക്കും. വളരെ അടുത്ത് തന്നെയാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്, അധികം പഴക്കമില്ല. 5000-5500 വർഷത്തിന് പുറകിൽ ഭഗവാൻ അവതരിക്കുന്നു. ആ അവതാരം നടക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. ദ്വാപരയുഗത്തിൻ്റെ ഏകദേശം അവസാനം ഇതാണ്. നമ്മുടെ കലിയുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5000 വർഷമായി. കാര്യം ദ്വാപരയുഗം കഴിഞ്ഞ് അടുത്ത യുഗം കലിയുഗമാണ്. അപ്പോൾ അതിൻ്റെ ദ്വാപരയുഗത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്താണ് ഭഗവാന്റെ അവതാരം നടക്കുന്നതും ഈ മഹാഭാരതം നടക്കുന്നതും ഭഗവത്ഗീത ഭഗവാൻ പറയുന്നതും ഒക്കെ. അതിനുശേഷം പിന്നീട് വ്യാസദേവൻ അതിനെ രചിക്കുന്നു, അദ്ദേഹം എഴുതുന്നു നമുക്ക് വേണ്ടി. കാര്യം കലിയുഗത്തിലുള്ള ആളുകൾക്ക് മെമ്മറി കുറവാണ്. അപ്പോൾ അത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, കലിയുഗത്തിലെ ആൾക്കാരുടെ മെമ്മറി വളരെ കുറവാണ് എന്നുള്ളത്. അതുകൊണ്ട് മെമ്മറി ഇല്ല, ബുദ്ധി ആവശ്യത്തിനില്ല, ഓർമ്മശക്തി കുറവാണ്. സോ അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട്. ആ ശ്രീമദ് വ്യാസദേവൻ എഴുതിയത് കൊണ്ട് നമുക്കതിനെ ഇപ്പോൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ്. അപ്പോൾ ശ്രീല വ്യാസദേവൻ മഹാഭാരതം രചിക്കുന്നു. അപ്പോൾ മഹാഭാരതത്തിലെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇവിടെ ഭഗവത്ഗീത നടക്കാനുള്ള കോണ്ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും നമുക്കൊന്ന് പെട്ടെന്ന് ഓർക്കാം, ആ മഹാഭാരത യുദ്ധം എങ്ങനെ നടന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത്, ഭഗവത്ഗീത ഭഗവാൻ പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ധൃതരാഷ്ട്രർ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. കൗരവർ, പാണ്ഡവർ എന്നുള്ള അതായത് കൗരവരും പാണ്ഡവരും എന്ന് പറയുന്ന 2 പാർട്ടീസും തമ്മിലുള്ള ഒരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കൗരവരും പാണ്ഡവരും ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഒരു ഫാമിലിയിലുള്ള ആളുകളാണ്. അവർ കുരുവംശത്തിലുള്ളവരാണ്. ധൃതരാഷ്ട്രരും പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവർ. ധൃതരാഷ്ട്രയുടെ പുത്രന്മാരാണ് ദുര്യോധനനും അതേപോലെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റുള്ള മക്കളൊക്കെ. അപ്പോൾ ധൃതരാഷ്ട്ര അദ്ദേഹം ജനിച്ചപ്പോഴേ അദ്ദേഹം അന്ധനായിരുന്നു. അദ്ദേഹത്തിന് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. ശാസ്ത്രത്തിൽ പറയുന്നു, ആക്ച്വലി അദ്ദേഹത്തിന് ഫിസിക്കലി മാത്രമല്ല ഇല്ലാതിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്പിരിച്വൽ കാര്യങ്ങൾ, ആധ്യാത്മികതയിൽ അദ്ദേഹം അന്ധനായിരുന്നു. അതുകൊണ്ടാണ് ദുര്യോധനനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ദുര്യോധനൻ ചെയ്തിട്ടും അതൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം. അപ്പോൾ ധൃതരാഷ്ട്രവും പാണ്ഡുവും 2 പേരും സഹോദരങ്ങളാണ്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് അദ്ദേഹമാണ് മൂത്തത്. എന്നാൽ അദ്ദേഹത്തിന് കണ്ണില്ലാത്തത് കൊണ്ട് ഒരു രാജ്യം കൊടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് പാണ്ഡുവിനായിരിക്കും ആ രാജ്യം പോവേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ ധൃതരാഷ്ട്രർക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ധൃതരാഷ്ട്രയുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ ഇടയിൽ പാണ്ഡു ആണെങ്കിൽ മരിക്കുന്നു. പാണ്ഡു മരിച്ചതിന് ശേഷം പാണ്ഡുവിൻ്റെ മക്കളായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവും ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ ഇവരെല്ലാവരും ധൃതരാഷ്ട്രരുടെ കീഴിലാണ് പിന്നെ അവർ വളരുന്നത്. കാര്യം അച്ഛൻ മരിച്ചു, അപ്പോൾ അച്ഛൻ്റെ സഹോദരനാണ് ധൃതരാഷ്ട്രൻ, അല്ലേ? അപ്പോൾ ധൃതരാഷ്ട്രൻ്റെ കെയറിലാണ് അവർ വളരുന്നത്. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ധൃതരാഷ്ട്രരുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകൻ ദുര്യോധനനാണ് രാജാവ് ആവേണ്ടത് എന്നുള്ളത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ആ സ്വാർത്ഥത അദ്ദേഹത്തിന് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആർക്കാണ് യോഗ്യത ഉള്ളതെന്ന് നോക്കാതെ അവനവൻ്റെ സെൽഫിഷ്നെസ് ആണ് പിന്നീട് ധൃതരാഷ്ട്രർ കാണിക്കുന്നത്.
അങ്ങനെ നമുക്കറിയാം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നു. പാണ്ഡവർക്ക് ഇതിന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പാണ്ഡവർ വളരെ നല്ല വ്യക്തികളായിരുന്നു, ഭഗവാന്റെ ഭക്തരായിരുന്നു. അവർക്ക് രാജ്യത്തോടുള്ള ആ ഒരു ആഗ്രഹമോ അത്യാഗ്രഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദുര്യോധനനും പാർട്ടിക്കും അങ്ങനെയായിരുന്നില്ല. അവർക്ക് ഇതില്ലാതെ അവർക്ക് അതും മാത്രം മതി. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല, അവനവൻ്റെ കാര്യം നടക്കണം എന്നുള്ള ആ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ സ്വാർത്ഥത അവർക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം പിന്നീട് ഇവർ വളർന്നു വരുമ്പോൾ ഇവർ ഒരുമിച്ചാണ് വളരുന്നത്. ദുര്യോധനനും മറ്റുള്ള സഹോദരന്മാരും പാണ്ഡവരും ഒക്കെ ഒരുമിച്ച് ഒരേ വീട്ടിൽ വളർന്നു വരുന്നു. അങ്ങനെ ദ്രോണാചാര്യരുടെ കീഴിൽ അവരെല്ലാവരും ശസ്ത്ര വിദ്യകളൊക്കെ പഠിക്കുന്നു. ദ്രോണാചാര്യരാണ് അവരുടെ ടീച്ചർ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പഠിക്കുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ അർജുനൻ കേമനായിരുന്നു. അദ്ദേഹം വളരെ കേമനായിട്ടുള്ള ഒരു യോദ്ധാവാവും എന്നുള്ളത് ദ്രോണാചാര്യർക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുനനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ദ്രോണാചാര്യർക്ക്. അതേപോലെ എന്നാൽ ദ്രോണാചാര്യർ എല്ലാവർക്കും ആ വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരേപോലെ തന്നെ ഒരു പക്ഷാഭേദം കാണിക്കാതെ തന്നെ അദ്ദേഹം അത് ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നീട് എന്ത് സംഭവിക്കുന്നതോട് അവർ വളർന്നതിന് ശേഷം പിന്നീട് രാജ്യം ആര് ഭരിക്കും എന്നുള്ള ഒരു സമയം വന്ന സമയത്ത് ധൃതരാഷ്ട്രർ തീരുമാനിച്ചു, എൻ്റെ മകനാണിത് കിട്ടേണ്ടത് എന്നുള്ള ചിന്തയായി അദ്ദേഹത്തിന്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പല പല പ്ലാനുകൾ നടന്നു. എന്താണ്? പാണ്ഡവരെ ഇല്ലാതാക്കാൻ, പാണ്ഡവരെ ഈവൻ കൊല്ലാൻ വേണ്ടി വരെ അവർ തീരുമാനിച്ചു. കാര്യം ഇവരുള്ളത് കൊണ്ടാണ്. ആക്ച്വലി അവർക്ക് പോകുമല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പാണ്ഡവരെ അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയായി പിന്നെ അദ്ദേഹത്തിന്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ നമുക്ക് സമയമില്ല. അങ്ങനെ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിലും പാണ്ഡവരെ ഉപദ്രവിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഓരോ സമയത്തും പാണ്ഡവരെ രക്ഷിച്ചു. കാര്യം പാണ്ഡവർ എല്ലാവരും ഭക്തരായിരുന്നു, വളരെ വളരെ നല്ല വ്യക്തികളായിരുന്നു. അവർക്ക് ഒന്നിനോടും ഇങ്ങനെയുള്ള രാജ്യത്തോടോ അങ്ങനെയുള്ള പേരിനോ പ്രശസ്തിക്കോ ഒന്നിനും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ നല്ല വ്യക്തികളായിരുന്നു, ഭഗവാന്റെ ഭക്തരായിരുന്നു. പൂർണ്ണമായിട്ടും എപ്പോഴും ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പാണ്ഡവർ. അതുകൊണ്ട് ഭഗവാൻ അവരെ ഓരോ നിമിഷത്തിലും ഓരോ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്, അല്ലേ? അത് നമുക്കറിയാം. പാണ്ഡവരുടെ കൂടെ കുന്തി മഹാറാണിയുണ്ട്, അവരുടെ അമ്മ. ഇവരെല്ലാവരെയും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ധൃതരാഷ്ട്രവും അദ്ദേഹത്തിൻ്റെ മക്കളും. അങ്ങനെ ഒരുപാട് രീതിയിൽ കൊല്ലാൻ ശ്രമിക്കുന്നു. വീട് കത്തിക്കുന്നു, ഭീമന് വിഷം കൊടുക്കുന്നു. അങ്ങനെ പല രീതിയിലും ഇവർ നശിപ്പിക്കാൻ നോക്കി പാണ്ഡവരെ. എല്ലാ സമയത്തും ഭഗവാൻ അവരെ രക്ഷിച്ചു. അവസാനം ഒരു ചൂതുകളിയിലേക്ക് വരുന്നു. അങ്ങനെ അതിലും ആ ചൂതുകളിയിൽ ചീറ്റ് ചെയ്യുന്നു യുധിഷ്ഠിര മഹാരാജാവിനെ. അപ്പോൾ എന്തുകൊണ്ട് ചൂത് കളിച്ചു എന്നുള്ളത് അടുത്ത ചോദ്യമാവും. യുധിഷ്ഠിര മഹാരാജാവ് ചൂത് കളിക്കാൻ പാടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു. കാര്യം ചൂത് കളിക്കുന്നത് നല്ലൊരു കാര്യമല്ല, ശാസ്ത്രങ്ങളിൽ പറയുന്നു അത് പാടില്ല എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ക്ഷത്രിയർ രാജ്യം ഭരിക്കുന്ന ക്ഷത്രിയർ ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കാറുണ്ട്. പിന്നെ അതുമാത്രമല്ല, ക്ഷത്രിയർക്ക് ഒരു കാര്യം കൂടെയുണ്ട്. ആരെങ്കിലും ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ചലഞ്ച് അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയരുടെ ധർമ്മമാണ് ശരിക്കും. അപ്പോൾ ആരെങ്കിലും ഇവർ ചലഞ്ച് ചെയ്തു, ദുര്യോധനനും പാർട്ടിയും യുധിഷ്ഠിര മഹാരാജാവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷത്രിയനാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഈ ഒരു ചൂതുകളിക്ക് ക്ഷണിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വരണം, നിങ്ങൾ വന്ന് ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതൊരു ധർമ്മത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, അല്ലെങ്കിൽ കാര്യം ക്ഷത്രിയർക്ക് ആരെങ്കിലും ഇതേപോലെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് നോ എന്ന് പറഞ്ഞ് ഓടിപ്പോവുക എന്ന് പറയുന്നത് ക്ഷത്രിയരുടെ ധർമ്മത്തിൻ്റെ ഭാഗമല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അറിയാം യുധിഷ്ഠിര മഹാരാജാവിന് ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ ധർമ്മം, കാര്യം അദ്ദേഹം ധർമ്മരാജനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മത്തിനെതിരെ ഒന്നും ചെയ്യില്ല, ഒരു ധർമ്മം വിട്ട ഒരു കാര്യവും അദ്ദേഹം ചെയ്യില്ല. അതുകൊണ്ട് അദ്ദേഹം ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം അത് ചെയ്യുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ചതിയിലൂടെ
എല്ലാം നഷ്ടപ്പെടുന്നു അവർക്ക്. എല്ലാം ശകുനിയും മറ്റുള്ളവരും കൂടി എല്ലാം നഷ്ടപ്പെടുത്തുന്നു. ആക്ച്വലി അവസാനം ദ്രൗപദി ദേവിയെ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ ദ്രൗപദി ദേവിയെ ഉപദ്രവിക്കാൻ വേണ്ടി ആ സഭയിൽ കൊണ്ടുവന്ന് വസ്ത്രം അതേ ദ്രൗപദി ദേവിയെ അവിടെ നഗ്നയായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഭഗവാന്റെ മഹാകാരുണ്യം. ദ്രൗപദി ദേവി എന്താണ് ചെയ്തത്? കാര്യം അവിടെ ഉണ്ടായിരുന്ന ആർക്കും ദ്രൗപദി ദേവിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. അവിടെ ദ്രോണാചാര്യരുണ്ട്, ഭീഷ്മ പിതാമഹരുണ്ട്, ദ്രൗപദി ദേവിയുടെ ഭർത്താക്കന്മാരുണ്ട്. ആ സമയത്ത് എല്ലാവരും മിണ്ടാതിരിക്കുന്നു. കാര്യം അതിനും ഒരു കാരണമുണ്ട്. അപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഭീമനൊക്കെ അവിടെ ഭീമൻ്റെയും കൂടെ ഭാര്യയാണ് ദ്രൗപദി. ഭീമൻ്റെ ചോര തിളയ്ക്കുമായിരുന്നു. പക്ഷേ യുധിഷ്ഠിര മഹാരാജാവ് കൈപിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. വേണ്ട, സമയമായിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാര്യം അവർക്ക് 100% ഉറപ്പായിരുന്നു കൃഷ്ണൻ വരുമെന്നുള്ളത്. ഭഗവാൻ കൃഷ്ണൻ രക്ഷിക്കാൻ വരുമെന്നുള്ളത് അവർക്ക് 100% ഉറപ്പായിരുന്നു. കാര്യം ആ സമയത്ത് അവിടെ കൃഷ്ണനില്ല. ഇപ്പോൾ ദ്രൗപദി ദേവി ശാസ്ത്രങ്ങളിൽ പറയുന്നു, നമ്മുടെ ആചാര്യന്മാർ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നു, എന്തുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും മിണ്ടാതിരുന്നു. ഭീഷ്മ പിതാമഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ ഒരു മഹത് വ്യക്തി വേറെയില്ല. മഹാജനമാണ് അദ്ദേഹം. ശ്രീമദ് ഭാഗവതത്തിൽ ഭീഷ്മ പിതാമഹനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മഹാജനമായിട്ട് 12 മഹാജനിൽ വരുന്നതാണ് ഭീഷ്മ പിതാമഹൻ. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. ദ്രോണാചാര്യൊന്നും പറഞ്ഞില്ല. ബാക്കിയുള്ളവരാരും പാണ്ഡവരാരും തന്നെ ഒന്നും പറയുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കുന്നു, ഒന്നും ചെയ്തില്ല. കാരണം എന്താണ്? നമ്മുടെ ആചാര്യന്മാർ പറയുന്നു അതിന് കാരണമുണ്ട്. കാര്യം ദ്രൗപദി ദേവി ആരുമില്ലാന്ന് കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നു. ഉറക്കെ ഭഗവാനെ വിളിക്കുന്നു, ഗോവിന്ദ ഗോപാല എന്ന് വിളിക്കുമ്പോൾ വേറെ ആരുമില്ല എന്നെ രക്ഷിക്കാൻ, അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ട്, നിസ്സഹായ അവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് ദ്രൗപദി ദേവി ഉറക്കെ വിളിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ സാരിയുടെ രൂപത്തിൽ വരുന്നു. ഭഗവാൻ പല രൂപത്തിൽ വരും, പല അവതാരങ്ങളും എടുക്കും അദ്ദേഹം. ഇത് സ്പെഷ്യലായിട്ടുള്ളൊരു അവതാരമാണ് സാരി. ഇതിനു മുമ്പും അതിനു ശേഷവും നടന്നിട്ടുണ്ടാവില്ല സ്പെഷ്യൽ അവതാരം. അങ്ങനെ സാരിയുടെ രൂപത്തിൽ ഭഗവാൻ വന്ന് ദ്രൗപദിയെ രക്ഷിക്കുന്നു, അല്ലേ? അപ്പോൾ ആ സമയത്തും ദ്രൗപദി ദേവിയെ അല്ലെങ്കിൽ പാണ്ഡവരെ രക്ഷിക്കുന്നു. കാരണം എന്താണ്? അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട്. പിന്നീട് അതിനുശേഷം നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇതിന് ശേഷം അവരെ എല്ലാവരെയും 13 വർഷം കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു പാണ്ഡവരെ. ഇവരെല്ലാവരും കാട്ടിലേക്ക് പോകുന്നു. കാട്ടിൽ പോയ സമയത്തും അവിടെയും ബുദ്ധിമുട്ടിക്കാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് ദുര്യോധനും ആളുകളും ഒക്കെ. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ഓരോ സമയത്തും വന്ന് അവരെയൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. ഇനി 13 വർഷം വനവാസത്തിന് ശേഷം അവർ തിരിച്ചു വരുമ്പോൾ, കാര്യം 13 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 13 വർഷം കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. അങ്ങനെ തിരിച്ചു വന്ന് അവരെല്ലാവരും, കാര്യം അവർക്ക് അർഹതപ്പെട്ടതാണ് രാജ്യം. എന്നാൽ അവർക്ക് അതിനോടുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശരി, എന്നാൽ ഇവർക്ക് മുഴുവൻ രാജ്യം കൊടുക്കണ്ട, നിങ്ങൾ എടുത്തോളൂ, 5 ഗ്രാമങ്ങൾ കൊടുത്താൽ മതി. 5 മക്കളാണ് പാണ്ഡവരെല്ലാം, 5 ബ്രദേഴ്സാണ്. സോ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഗ്രാമം കൊടുക്കുക. ഈ വലിയ സാമ്രാജ്യം ലോകം മുഴുവനും അന്നത്തെ സമയത്ത് ധൃതരാഷ്ട്ര കയ്യിലാണ്, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 ഗ്രാമമേ പറഞ്ഞുള്ളൂ, അത് മാത്രം കൊടുത്താൽ മതി. ആ സമയത്ത് ധൃതരാഷ്ട്രവും ദുര്യോധനും പറഞ്ഞു, ഒരു കാരണവശാലും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. എന്നിട്ട് പറയുന്നത്, ഒരു മുട്ടുസൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല അവർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ പല രീതിയിലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കി. വിതുരര് ധൃതരാഷ്ട്ര വേറൊരു സഹോദരനാണ്, അദ്ദേഹം ഭക്തനാണ്, ശുദ്ധഭക്തനാണ്. വിതുരനും ട്രൈ ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് വന്ന് പറഞ്ഞു നോക്കി, അതായത് ശാന്തി ദൂതനായിട്ട് വന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കി. കുറച്ചെന്തെങ്കിലും കൊടുത്തോളൂ, അവർക്ക് കുറച്ച് കൊടുത്താൽ മതി, അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണ്ട, അവർക്ക് കുറച്ച് ഭൂമി കൊടുക്കൂ, അവർ ജീവിക്കാനുള്ളൊരു സ്ഥലം കൊടുക്കൂ, മുട്ടുസൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്നവർ പറഞ്ഞു. അങ്ങനെ
എല്ലാ രീതിയിലും ഭഗവാൻ ഈ യുദ്ധം നടക്കാതിരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം. കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശാന്തിദൂതനായിട്ട് പോയി പറയലൊക്കെ ഉണ്ടായി. പക്ഷേ ആരും തയ്യാറായില്ല. അവസാനം ഇത് അനിവാര്യമായി മാറി യുദ്ധം. കാര്യം ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളതും ഭഗവാന്റെ ഒരു ഡ്യൂട്ടിയാണ്. അദ്ദേഹം അവതാരം എടുക്കുമ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലേ? ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതാരം എടുക്കുന്നു. അപ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു കർത്തവ്യമാണ്. കാര്യം അധർമ്മികളായിട്ടുള്ള ദുര്യോധനനും പാർട്ടിയും അവരെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്, അല്ലേ? നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് പാപികളായിട്ടുള്ളവരെ, തെറ്റ് ചെയ്യുന്നവരെ ഒക്കെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയിലുണ്ട്, കോടതിയുണ്ട്, അതിനനുസരിച്ച് ശിക്ഷകളും ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. കാര്യം അത് ചെയ്തില്ലെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ എല്ലാവരും തെറ്റ് ചെയ്തു തുടങ്ങും. കാര്യം എന്തു ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിലോ അത് ശരിയല്ല, അല്ലേ? അപ്പോൾ ഇത് പ്രിൻസിപ്പിളാണിത്. ഇത് വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്വമാണ്, ആരുടെ? രാജ്യം ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് രാജ്യത്തെ സംരക്ഷിക്കുക, പ്രജകളെ സംരക്ഷിക്കുക, ധർമ്മത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അത് എവിടെയാണോ അതിന് ഗ്ലാനി സംഭവിക്കുന്നത് അവിടെ ആക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇത് അനിവാര്യമായി മാറുന്നു അങ്ങനെ ഈ ഒരു യുദ്ധം. ആ സമയത്ത് ഇപ്പോൾ യുദ്ധം ചെയ്യുവാൻ വേണ്ടി അവസാനം യുദ്ധം നടക്കാനുള്ള തീരുമാനമായി. ധൃതരാഷ്ട്രർക്കും ദുര്യോധനനുമൊക്കെ സന്തോഷമായിരുന്നു യുദ്ധം. കാര്യം അവർക്ക് ഒരു തരത്തിലും കോംപ്രമൈസ് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് യുദ്ധം നടക്കണം, ഇവരെ എല്ലാവരെയും അവസാനിപ്പിക്കണം, ഇതായിരുന്നു ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദുര്യോധനൻ കൃഷ്ണൻ്റെ അടുത്ത് പോവും, അർജുനനും കൃഷ്ണൻ്റെ അടുത്ത് പോവും. എന്നിട്ട് ഇവർ രണ്ടുപേരും പോകുന്നൊരു കഥയുണ്ട്. ദ്വാരകയിലേക്ക് ഇവർ പോകുന്നു. ആ സമയത്ത് ഒരേ ദിവസമാണ് പോകുന്നത് രണ്ടുപേരും. അന്ന് കൃഷ്ണൻ ദ്വാരകയിലാണ്. കൃഷ്ണനോട് സഹായം ചോദിക്കാൻ വേണ്ടി പോവാണ് രണ്ടുപേരും ആക്ച്വലി. ദുര്യോധനൻ എന്ത് ചെയ്യുന്നു? ദുര്യോധനൻ പോയി, കൃഷ്ണൻ ആ സമയത്ത് അവിടെ വിശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഇവർ രണ്ടുപേരും പോകുന്നു. ദുര്യോധനൻ പോയി ആദ്യം തന്നെ കൃഷ്ണൻ്റെ തലയുടെ ഭാഗത്ത് അടുത്ത് പോയി നിൽക്കുന്നു. അർജുനനാണെങ്കിൽ വളരെ വിനയത്തോട് കൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങളുടെ ഭാഗത്ത്, തൃപ്പാദങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ റെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം കുറച്ച് അപ്പോൾ ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യുവാണ് ഭഗവാൻ എഴുന്നേൽക്കാൻ വേണ്ടി. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കണ്ണ് തുറക്കുമ്പോൾ അദ്ദേഹം ആദ്യം കാണുന്നത് അർജുനനെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കാൽഭാഗത്ത് നിൽക്കുന്നത് അർജുനനാണ്. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ദുര്യോധനാണ്. ദുര്യോധനെ കാണുന്നേക്കാൾ മുമ്പ് അർജുനനെ കണ്ടു. അപ്പോൾ അർജുനനെ കണ്ടപ്പോൾ ആദ്യം അർജുനോട് ചോദിച്ചു, അർജുന എന്താണ് നീ വന്നത്, എന്താണ് നിനക്ക് ആവശ്യമുള്ളത്, പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഭഗവാൻ കൃഷ്ണനെ യുദ്ധത്തിൻ്റെ കാര്യം പറയുവാനും അല്ലെങ്കിൽ കൂടെ വേണമെന്ന് പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എന്നാൽ അർജുനൻ്റെ ആവശ്യം ഭഗവാൻ കൃഷ്ണൻ കൂടെ വേണമെന്നും അദ്ദേഹം മാത്രം കൂടെ മതി എന്നാണ്. എന്നാൽ ദുര്യോധനൻ്റെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് സൈന്യങ്ങളുണ്ടായിരുന്നു. നാരായണീ സൈന്യം എന്ന് പറയും. ദ്വാരകയിൽ അദ്ദേഹത്തിന് ഒരുപാട് ശക്തരായിട്ടുള്ള മഹാരഥികളുടെ സൈന്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈന്യത്തെ ആയിരുന്നു ദുര്യോധനൻ്റെ നോട്ടം. ദുര്യോധനന് ഈ സൈന്യത്തെ വേണം, അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോൾ ദുര്യോധനൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമാണ് ചോദിക്കാൻ, എനിക്ക് ഈ സൈന്യത്തെ വേണം എന്ന്. പക്ഷെ കൃഷ്ണൻ പറഞ്ഞു, ആദ്യം ഞാൻ കണ്ടത് അർജുനനെയാണ്, അതുകൊണ്ട് ഞാൻ അർജുനനോട് ചോദിക്കട്ടെ, അവൻ എന്താണ് വേണ്ടത് അത് ഞാൻ കൊടുക്കട്ടെ ആദ്യം, അതിനുശേഷം നിന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുര്യോധനന് ടെൻഷനായി. ഇനി എങ്ങാനും അർജുനൻ സൈന്യം ചോദിച്ചാൽ എന്ത് ചെയ്യും? കൃഷ്ണൻ കൊടുക്കുമല്ലോ. അവൻ എനിക്ക് സൈന്യം കിട്ടില്ല, എനിക്ക് കൃഷ്ണനെ ആവശ്യമില്ല, സൈന്യം മതി. കാര്യം കൃഷ്ണൻ യുദ്ധം ചെയ്യില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ യുദ്ധം ചെയ്യാത്ത ആളെ എന്തിനാണ് കൂടെ? ദുര്യോധനൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇതാണ് ഒരു ആസുരിക ചിന്താഗതിയുള്ളവർ ഇങ്ങനെയാണ് ചിന്തിക്കുക. ഭഗവാനെ മാറ്റി നിർത്തും. ഭഗവാൻ നമുക്ക് തരുന്ന ആ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ നമ്മുടെയാണെന്ന് വിചാരിച്ച് നമ്മളതിനെ യൂസ് ചെയ്യുന്നു. എന്നാൽ അത് തരുന്ന ആളെ മറക്കുന്നു. ഇതാണ് ആസുരിക ചിന്താഗതി. ദുര്യോധനൻ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അർജുനൻ വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ഭഗവാനെ കൃഷ്ണ, അങ്ങ് മാത്രം, അങ്ങ് കൂടെ വന്നാൽ മതി, അങ്ങ് കൂടെ ഉണ്ടായാൽ മതി ഞങ്ങളുടെ, അത്രയേ ഉള്ളൂ.
അപ്പോൾ അർജുനോട് പറഞ്ഞു, നിനക്കറിയാലോ ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല. ഞാൻ വെപ്പണൊന്നും കയ്യിലെടുക്കില്ല. ഒരു ആയുധവും ഞാൻ കയ്യിലെടുക്കില്ല എന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നുകൊണ്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? അർജുനൻ പറഞ്ഞു, എനിക്ക് അങ്ങ് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, തഥാസ്തു, ചെയ്യാം. നിനക്കെന്താണ് വേണ്ടതെന്ന് ചോദിച്ചു ദുര്യോധനോട്. ദുര്യോധന സന്തോഷമായി, അർജുനൻ സൈന്യത്തെ ചോദിച്ചില്ല. ദുര്യോധന എക്സൈറ്റ്മെൻ്റായി. ദുര്യോധനൻ പറഞ്ഞു എനിക്ക്, അപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. പിന്നെ സമാധാനത്തോടുകൂടി അദ്ദേഹം ചോദിക്കുവാണ്, എനിക്ക് സൈന്യത്തെ വേണം. കൃഷ്ണൻ പറഞ്ഞു, ഓക്കെ, എത്ര സൈന്യം വേണം നിനക്ക്? എല്ലാവരെയും കൊണ്ടുകൊള്ളും, എൻ്റെ എല്ലാ സൈന്യവും ഞാൻ നിനക്ക് തരാം, കൊണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു. ദുര്യോധന എക്സൈറ്റ്മെൻ്റായി, സന്തോഷമായി. അപ്പോൾ നോക്കുവാണെങ്കിൽ രണ്ട് കൂട്ടരുടെയും ശക്തി നോക്കുവാണെങ്കിൽ ദുര്യോധനൻ്റെ ഭാഗത്ത് സൈന്യം ഒരുപാടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല പാണ്ഡവരുടെ ഭാഗത്ത്. അപ്പോൾ ഉറപ്പായിരുന്നു ദുര്യോധനന് ഞങ്ങളെ ജയിക്കാൻ പോകുന്നുള്ളൂ. പാണ്ഡവരെ കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ വിഡ്ഢിയായിട്ടുള്ള ദുര്യോധനൻ ചിന്തിക്കുന്നില്ല കൃഷ്ണൻ കൂടെയുണ്ട് എന്നുള്ളത്. അത് മറന്നു അദ്ദേഹം, അത് മറന്നു. അങ്ങനെ ഈ യുദ്ധം നടക്കുന്ന ദിവസം അർജുനൻ്റെ തേരാളിയായിട്ട് ഭഗവാൻ കൃഷ്ണൻ വരുന്നു. രണ്ട് പാർട്ടീസും ഓപ്പോസിറ്റ് നിൽക്കുന്നു. നടക്കുന്ന കുരുക്ഷേത്ര ഭൂമിയെ ധർമ്മക്ഷേത്രമായിട്ട് പറയുന്നു. അതായത് ഒരുപാട് പുണ്യ സ്ഥലമാണ് കുരുക്ഷേത്രം. പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട് കുരുക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. പുണ്യഭൂമിയാണ്, ധർമ്മഭൂമിയാണ്. ആ ഭൂമിയിൽ ധർമ്മമേ ജയിക്കുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ധർമ്മം ഫോളോ ചെയ്യുന്ന പാണ്ഡവരും അധർമ്മികളായിട്ടുള്ള കൗരവരും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. പറയുന്നു 60,000 അല്ലെങ്കിൽ 60 കോടി ആളുകൾ ആയിരുന്നു അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ. അപ്പോൾ ആ സമയത്ത് രണ്ട് പാർട്ടിയും അങ്ങനെ വന്ന് നിൽക്കുന്നു, ഓപ്പോസിറ്റായിട്ട്. ഒരു ഭാഗത്ത് ഇപ്പോൾ കൃഷ്ണൻ പാണ്ഡവരുടെ കൂടെ, ദുര്യോധനും പാർട്ടിയും ഓപ്പോസിറ്റുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഇത് ഭഗവത്ഗീത പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് അർജുനൻ കൃഷ്ണനോട് പറയുന്നു. കാര്യം കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയാണ്. അർജുനൻ കൃഷ്ണനോട് പറയുന്നു, രഥത്തെ നീ എടുത്ത് ഒന്ന്, കാര്യം അവർ കൂട്ടുകാരാണ്, അവരങ്ങനെയാണ് സംസാരിക്കുക, രഥമെടുത്ത് ഒന്ന് സൈന്യത്തിൻ്റെ നടുക്ക് കൊണ്ടൊന്ന് നിർത്തൂ, ഞാൻ നോക്കട്ടെ അവരെങ്ങനെയാണ് യോദ്ധാക്കളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയുന്നു. അങ്ങനെ കൃഷ്ണൻ രഥമെടുത്ത് അർജുനനെ കൊണ്ടുപോയി അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അർജുനൻ കാണുന്നു അവിടെ ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ, കൃപാചാര്യർ, അങ്ങനെ ഒരുപാട് ആളുകൾ. എല്ലാം അർജുനൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ടീച്ചറുണ്ട്, ടീച്ചറായിട്ട് ദ്രോണാചാര്യർ, കൃപാചാര്യർ, അതേപോലെ ഭീഷ്മ പിതാമഹൻ മുത്തശ്ശനെ പോലെയാണ്. അതേപോലെ ഒരുപാട് ബാക്കി ബ്രദേഴ്സ്, ബാക്കിയെല്ലാം കൗരവരെ നമ്മുടെ അർജുനെ സംബന്ധിച്ച് കൗരവരെല്ലാം സ്വന്തം സഹോദരങ്ങളെ പോലെയാണ്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല എന്ന് മാത്രം. ഇതെല്ലാം കണ്ട് അർജുനന് ടെൻഷനായി, വിഷമമായി. അവസാനം അദ്ദേഹത്തിന് വിറച്ചു തുടങ്ങി, ശരീരമൊക്കെ വിറച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ. അവസാനം കൃഷ്ണനോട് പറയുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഇവരെയൊന്നും കൊല്ലാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല, ഇവർക്കെതിരെ ആയുധമെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ നോക്കുവാണ് ചെയ്യുന്നത് അർജുനൻ. ആ സമയത്ത് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. കാര്യം അർജുനോട് പറയുന്നു, നീ ക്ഷത്രിയനാണ്, ധർമ്മത്തെ സ്ഥാപിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. ക്ഷത്രിയർ ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് ഓടിപ്പോവാൻ പാടില്ല. നീ ഇപ്പോൾ ഓടിപ്പോവാണെങ്കിൽ നിനക്ക് അത് ദോഷമേ കൊണ്ടുവരുള്ളൂ, അല്ലാതെ നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എല്ലാം മറന്ന് യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? ഈ ഗീതയിലൂടെയാണ് അർജുനനെ ഇൻസ്പയർ ചെയ്യുന്നത്, അതായത് യുദ്ധം ചെയ്യുവാൻ വേണ്ടി. ആക്ച്വലി ആ യുദ്ധം അനിവാര്യമായതുകൊണ്ട് അർജുനനെ ആക്ച്വലി ഭഗവാൻ ഒരു ഉപകരണമായി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധത്തിൻ്റെ റിസൾട്ട് ഓൾറെഡി ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആരൊക്കെ അവിടെ മരിക്കുന്നു, എന്തായിരിക്കും കൗരവരുടെ ഭാവി എന്നുള്ളതൊക്കെ, പാണ്ഡവർക്ക് രാജ്യം കിട്ടും, ഇതൊക്കെ ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഭഗവാന്റെ പ്രസൻസിലാണ് ഇതെല്ലാം നടക്കുന്നത്. എന്നാൽ അർജുനനെ ഒരു നിമിത്തമായി മാറ്റി ആണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അങ്ങനെ അർജുനനെ പ്രോത്സാഹിപ്പിക്കാനുള്ള,
അർജുനന് ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ഈ ഭഗവത്ഗീതയുടെ ആധാരം. അങ്ങനെയാണ് ഭഗവാൻ ആ യുദ്ധക്കളത്തിൽ നിന്ന്, യുദ്ധം തുടങ്ങുന്നേക്കാൾ മുമ്പ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഈ ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് തത്വങ്ങളുണ്ട് അതിനകത്ത്. ഒരുപാട് തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടതായിട്ടുള്ളത്, ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം. ഭഗവത്ഗീതയെ ഗീത ഉപനിഷത്ത് എന്നാണ് പറയുന്നത്. അതായത് ഗീത ഉപനിഷത്തുകളുടെ സാരാംശമാണ് ഗീത. നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രുതി എന്ന് പറയുമ്പോൾ വേദങ്ങൾ വരുന്നു, ഉപനിഷത്തുകളൊക്കെ അതിലാണ് വരുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും സാരാംശമാണ് ശ്രീമദ് ഭഗവത്ഗീത. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. കാര്യം അർജുനനെ നിമിത്തമാക്കി ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു എന്ന് മാത്രം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ യുദ്ധം നടക്കാൻ വേണ്ടി മാത്രമല്ല, ആക്ച്വലി ഭഗവത്ഗീത പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അർജുനൻ ശുദ്ധഭക്തനാണ് ഭഗവാന്റെ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഭഗവത്ഗീതയെ കൊണ്ടുവരിക എന്നുള്ളത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. 5 തത്വങ്ങളാണ്, 5 പരമസത്യങ്ങൾ നമ്മൾ പഠിക്കുന്നു ഇതിനകത്ത്. 5 സത്യങ്ങൾ അല്ലെങ്കിൽ 5 തത്വങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിക്കുന്നു. ഈശ്വര തത്വം, ജീവതത്വം, പ്രകൃതി എന്താണ്, കാലം എന്താണ്, കർമ്മം എന്താണ് എന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 700 ശ്ലോകങ്ങളിലായിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീത തന്നിട്ടുള്ളത് ഭഗവാൻ. ഇതിൽ നമ്മൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അതിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി എന്താണ്, നമ്മൾ ശരീരമാണോ അതോ ആത്മാവാണോ? ശരീരമല്ല, ആത്മാവാണ് എന്നുള്ളത് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നു, നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നു ഭഗവാൻ. അതേപോലെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ കർമ്മത്തിൻ്റെയും പ്രാധാന്യം, അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ ത്രിഗുണങ്ങളുടെ, അതായത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം, അതിൻ്റെ ഒരു പ്രഭാവം നമ്മളിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതേപോലെ എന്താണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്, എങ്ങനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും, എങ്ങനെ ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് ഭഗവാന്റെ ശക്തികൾ, എന്താണ് അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും വ്യാപൃതരായി അറ്റാച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെ നമുക്ക് വിരക്തി നേടാൻ സാധിക്കും, ഇതിൽ നിന്ന് മനുഷ്യജന്മത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഭഗവത് സേവനത്തിന്, അവസാനം ഈ ശരീരം കൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി എങ്ങനെ സാധിക്കും, ഇതെല്ലാം പറയുന്നു ഭഗവത്ഗീതയിൽ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാനുവലാണ് ആക്ച്വലി. അതായത് മാനുവൽ എന്ന് പറഞ്ഞാൽ ഓരോ ഉപകരണങ്ങൾ, നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് ഉപയോഗിക്കാനുള്ള ഗൈഡ് കിട്ടും അല്ലേ. നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും മൈക്രോവേവ് ഓവനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊരു ബുക്ക്ലെറ്റ് കിട്ടും, അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. അത് എന്തിനാണ് ആക്ച്വലി, ആ ഉപകരണത്തെ വേണ്ട രീതിയിൽ അവർ പറയുന്ന അനുസരിച്ച് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ കാലാകാലം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു യന്ത്രം പോലെയാണ്, ഒരു ഉപകരണമാണ്. ഈ ഒരു ഉപകരണത്തെ എങ്ങനെ യൂസ് ചെയ്യാം, പ്രോപ്പർലി നമ്മൾ എങ്ങനെയാണിത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഭഗവത്ഗീത നമുക്ക് ഓരോരുത്തർക്കുമുള്ള യൂസർ ഗൈഡാണ് അല്ലെങ്കിൽ മാനുവലാണ്. ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. തീർച്ചയായിട്ടും ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള എല്ലാ മാർഗങ്ങളും ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നു ആദ്യത്തെ 6 ചാപ്റ്ററിൽ, അപ്പോൾ 18 അധ്യായങ്ങളാണ് വരുന്നത്. ആദ്യത്തെ 6 അധ്യായത്തിൽ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് അവസാനത്തെ 6 അധ്യായത്തിൽ ജ്ഞാനയോഗത്തെക്കുറിച്ച്, നടുക്കുള്ള 6 ചാപ്റ്റർ ഭക്തിയോഗത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെയും എസൻസ് ബേസിക്കലി കർമ്മയോഗം ആവട്ടെ, ജ്ഞാനയോഗം ആവട്ടെ, ഭക്തിയോഗം ആവട്ടെ. കർമ്മയോഗം എന്ന് ഉദ്ദേശിക്കുന്നത് കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മൾ കണക്റ്റ് ആവുന്നതിനെ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് നമ്മൾ
അടുത്ത് വരുന്നതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ, ശാസ്ത്ര പഠനങ്ങളിലൂടെ, ജ്ഞാനത്തിലൂടെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ ജ്ഞാനയോഗം എന്ന് പറയുന്നു. ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിലൂടെ, ഭക്തിയുത സേവനങ്ങളിലൂടെ, നാമജപത്തിലൂടെയും ഭാഗവത് ശ്രവണത്തിലൂടെയും മറ്റുള്ള ആചാരങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഭക്തിയുത സേവനങ്ങളിലൂടെ ഭഗവാനുമായിട്ട് നമ്മൾ അടുത്ത് വരുന്നതിനെ ഭക്തിയോഗം എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം പല ടൈപ്പ് ഓഫ് യോഗ പ്രോസസ്സും പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നു ഭക്തിയോഗമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്, ഉന്നത തലത്തിലുള്ളത് ഭക്തിയോഗമാണ്. കാര്യം ഭക്തിയുത സേവനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവസാനം ഭഗവത്ഗീത കൺക്ലൂഡ് ചെയ്യുന്നത്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീമദ് ഭഗവത്ഗീത. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ ജീവിതം തന്നെ, ഭഗവത്ഗീത ശരിക്കും പഠിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറും, ഒരു സംശയവുമില്ല അതിന്. മല നിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃത് ഗീതാമൃത സ്നാനം സംസാര മലനാശനം. ശ്രീപാദ് ആദിശങ്കരാചാര്യർ പറയുന്നു, നമ്മൾ എങ്ങനെയാണോ എന്നും കുളിക്കുന്നത്, എന്തിന്? ശരീരം വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ കുളിക്കുന്നു. ജലസ്നാനം ദിനേ ദിനേ, എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ സകൃത് ഗീതാമൃത സ്നാനം, ആരാണോ ശ്രീമദ് ഭഗവത്ഗീതയാവുന്ന അല്ലെങ്കിൽ ഗംഗാജലമാവുന്ന ഭഗവത്ഗീതയിൽ ആരാണോ കുളിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവത്ഗീത ആരാണോ പഠിക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, സംസാര മലനാശനം, അതായത് ഈ ജീവിതത്തിലെ എല്ലാ മലങ്ങളും അല്ലെങ്കിൽ ഈ സംസാര ചക്രത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സർവ ഉപനിഷത്തോ ഗാവോ ധോക്ത ഗോപാലനന്ദന പാർത്തോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. നമ്മളിതിന് മുമ്പ് പറഞ്ഞിരുന്നു, ഭഗവത്ഗീതയെ ഗീത ഉപനിഷത്തായിട്ടാണ് പറയുന്നത്. എല്ലാ ഉപനിഷത്തുകളുടെയും സത്ത് എസെൻസ് ആണ് ഭഗവത്ഗീതയിലുള്ളത്, എല്ലാ ഉപനിഷത്തുകളുടെയും. അതുകൊണ്ടാണ് സർവ ഉപനിഷത്തോ ഗാവോ. ഇവിടെ ഉപനിഷത്തുകളെ ഇവിടെ പശുവായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ കറവക്കാരനായിട്ടും അതേപോലെ അർജുനനെ ഒരു പശുക്കുട്ടിയായിട്ടും ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ എല്ലാ ഉപനിഷത്തുകളെന്ന് ഇവിടെ പശുവായിട്ട് പറയുവാണെങ്കിൽ എല്ലാ ഉപനിഷത്തുകളിലെയും അല്ലെങ്കിൽ പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പാലെന്ന് പറയുന്നത് എസെൻസ് ആണ് അല്ലേ? അതേപോലെ ഉപനിഷത്തുകളെ എല്ലാം ഒന്ന് മന്ഥനം ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എസെൻസ് എന്താണ്, സാരം എന്താണ്? അതാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ അർജുനനെ നിമിത്തമാക്കി മാറ്റിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ആ സത്ത് ഉപനിഷത്തുകളുടെ അല്ലെങ്കിൽ എല്ലാ ഉപനിഷത്തുകളുടെയും സാരാംശം നമുക്ക് തരുവാണ് ചെയ്യുന്നത്. ആ ഗീതാമൃതം, ദുഗ്ധം ഗീതാമൃതം മഹത്, ആ ഗീതാമൃതം നമ്മൾ സേവിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് അവസാനം ഭഗവാനിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഒരുപാട് പുരാണങ്ങളിൽ പറയുന്നു. പ്രത്യേകിച്ചും പത്മപുരാണത്തിൽ എടുത്തെടുത്ത് പറയുന്നു ഭഗവത്ഗീതയുടെ മഹാത്മ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഭഗവത്ഗീത കേൾക്കുന്നത്, പഠിക്കുന്നത് എന്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആക്ച്വലി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, സമയം ഇപ്പോൾ കുറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞ് അതിനുശേഷം ഭഗവത്ഗീത പഠിക്കാനുള്ള ഏത് ഭാവത്തിലായിരിക്കണം നമ്മൾ ഭഗവത്ഗീത അപ്രോച്ച് ചെയ്യേണ്ടത് അതും നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്ലോകത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ നിർത്തുന്നതിനേക്കാൾ മുമ്പ് ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഗീതാ മഹാത്മ്യത്തിൽ വരുന്നതാണ് അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ഈ ശ്ലോകത്തിൽ പറയുന്നു ഏകം ശാസ്ത്രം, നമുക്ക് ഒരേ ഒരു ശാസ്ത്രം മതിയെങ്കിൽ ആ ശാസ്ത്രം ഏതാണ്? ദേവകീ പുത്രഗീതം. ദേവകീപുത്രൻ കൃഷ്ണൻ, ദേവകീപുത്രഗീതം എന്ന് പറയുന്ന ഭഗവത്ഗീത. അപ്പോൾ ബാക്കിയുള്ള ശാസ്ത്രങ്ങളൊന്നും
ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏകം ശാസ്ത്രം, ഈ ഒരു ശാസ്ത്രം മാത്രം മതി, ഈ ഒരു ഭഗവത്ഗീത മാത്രം മതി. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം, ശ്രീമദ് ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകി പുത്ര ഏവ, ഒരേ ഒരു ആരാധ്യ പുരുഷൻ മതി, ഒരേ ഒരു ദേവൻ മതി, ദേവകി പുത്രൻ കൃഷ്ണൻ. ഏകോ മന്ത്രസ് തസ്യ നാമാനിയാനി, ഒരേ ഒരു മന്ത്രം മതി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരു മന്ത്രം മാത്രം മതി, മഹാമന്ത്രം മാത്രം മതി ഈ ലോകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു ടിക്കറ്റാണത്. അത്രയും ശക്തിയാണ്. കാര്യം കലിയുഗത്തിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഏകോ മന്ത്രസ് തസ്യ നാമാനിയാനി, കൃഷ്ണമന്ത്രം, ജിഹ്വേ ശ്രീകൃഷ്ണ മന്ത്രം, കൃഷ്ണമന്ത്രം, ഭഗവാൻ കൃഷ്ണൻ്റെ നാമം. ഏകോ മന്ത്രസ് തസ്യ നാമാനിയാനി. അപ്പം നമ്മുടെ മന്ത്രം ഏതാണ്, നമ്മുടെ നാമം ഏതാണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാമ രാമ ഹരേ ഹരേ. കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. എന്നാൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തസ്യ ദേവസ്യ സേവ, ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ട് ആയിരിക്കട്ടെ ആ കർമ്മം. അതിമനോഹരം അല്ലേ? ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം, ശാസ്ത്രമുണ്ടെങ്കിൽ ഒരേ ഒരു ശാസ്ത്രം മതി, ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകി പുത്ര ഏവ, ഒരേ ഒരു ആരാധ്യ പുരുഷൻ മതി നമുക്ക്, ഭഗവാൻ കൃഷ്ണൻ ദേവകി പുത്രൻ. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി, ഒരേ ഒരു മഹാമന്ത്രം മതി, ഹരേ കൃഷ്ണ മഹാമന്ത്രം. കർമാപി ഏകം തസ്യ ദേവസ്യ സേവ, ഏതെങ്കിലും കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു കർമ്മമാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടായിരിക്കട്ടെ. ഏകം കർമാപി ഏകം തസ്യ ദേവസ്യ സേവ, ആ പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണന് വേണ്ടിയിട്ടായിരിക്കട്ടെ ആ കർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ ഗീതാ മഹാത്മ്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ആദ്യത്തെ ശ്ലോകം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭുപാദകി ജയ. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി.